പ്രണയസഖി ഭാഗം 16. ദിവാകരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അയാൾക്ക് 3 മക്കളുണ്ടെന്ന് അറിയുന്നത്. മൂത്തവൾ നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്യുകയാണെന്നും രണ്ടാമത്തെ ആൺകുട്ടി അവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. മൂന്നാമത്തേതും ഒരു പെൺകുട്ടി, അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ലക്ഷ്യം ദിവാകരനായതുകൊണ്ട് തന്നെ അയാളുടെ മൂത്ത മകളെ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയായിട്ട് തിരഞ്ഞെടുക്കാം എന്ന് തീരുമാനിച്ചു. വീടിനടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിലായിട്ട് നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്ത് അവൾ. ചെറിയ ക്ലിനിക്കാണ്. അതിൻ്റെ മുന്നിലായി വണ്ടി വെച്ച് അവൻ അതിനകത്തേക്ക് കയറി ചെന്നു. "നീയാണോ വർണ്ണ ദിവാകരൻ?" റിസപ്ഷനിലായിരിക്കുന്ന പെൺകുട്ടിയോട് അവൻ കടുത്ത ശബ്ദത്തിൽ തന്നെ ചോദിച്ചു. "അല്ല." ശിവയുടെ മട്ടും ഭാവവും മുഖഭാവവും ഒക്കെ കണ്ടപ്പോൾ ആ പെൺകുട്ടി പേടിയോടെ വേഗം പറഞ്ഞു. "അവളെവിടെ?" അപ്പോഴേക്കും എന്തോ ആവശ്യത്തിന് വർണ്ണ അങ്ങോട്ടേക്ക് വന്നിരുന്നു. "ദാ അതാണ് വർണ്ണ." "ഡി." അവൻ അലർച്ചയോടെ വിളിച്ചതും അവിടെയുണ്ടായിരുന്ന 1-2 പേരും അവനെ തിരിഞ്ഞു നോക്കി. "നീയാണോ ദിവാകരൻ്റെ മോള് വർണ്ണ?" "അതെ." അവളോടെന്ന രീതിയിൽ അവൻ ചോദിച്ചതും അവൾ പേടിയോടെ അവനോട് തിരികെ മറുപടി പറഞ്ഞു. "നിന്റെ തന്ത നിന്നോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ?" ഇല്ല." അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരത്തിൽ അവൾ അടിമുടി വിറച്ചു പോയിരുന്നു. "അയാൾ പറഞ്ഞില്ലെങ്കിൽ വേണ്ട. ഇപ്പം ഞാൻ പറയാം. അടുത്ത ആഴ്ച നിന്റെ വിവാഹമാണ്, ഞാനുമായിട്ട്." പരിഹാസ ചുവയോടെ പറയുന്നവനെ വർണ്ണ ഞെട്ടലോടെയായിരുന്നു നോക്കിയത്. ആ സമയം കൊണ്ട് തന്നെ ക്ലിനിക്കിലുണ്ടായിരുന്ന 1-2 പേരും തങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. നമുക്ക് പുറത്തേക്ക് നിന്ന് സംസാരിക്കാം." "ആ, എനിക്കങ്ങനെ നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. പറഞ്ഞത് മറക്കണ്ട, അടുത്ത ആഴ്ച." "എൻ്റെ സമ്മതമില്ലാതെയാണ് എൻ്റെ വിവാഹം ആലോചിക്കുന്നത്." സഹിക്ക വയ്യാതെ വർണ്ണ ചോദിച്ചു പോയി. "നിൻ്റെ സമ്മതം ഇവിടെ ആർക്കും വേണ്ട. നിൻ്റെ തന്ത സമ്മതിച്ചിട്ടുണ്ട്, അത് മതി എനിക്ക്." അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. "അപ്പോൾ പറഞ്ഞത് മറക്കണ്ട. അധികം വൈകാതെ വർണ്ണ ദിവാകരൻ എന്ന നീ വർണ്ണ ശിവദേവാകും. മറക്കല്ലേ." "നടക്കില്ല അത്." "പറയുന്നത് ശിവദേവ് മോഹനാണ്. എന്തായാലും നടന്നിരിക്കും." എന്ന് പറഞ്ഞ് അവളെ നോക്കി ഒരു പുച്ഛച്ചിരിയോടെ തിരിഞ്ഞു നടക്കുന്നവനെ അവളൊന്ന് അനങ്ങാൻ പോലും ആകാതെ നോക്കി നിന്നു. "ഞാൻ അവിടെ വന്ന് അങ്ങനെ സംസാരിച്ചു എന്ന് കരുതി ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ മാത്രം എന്താ ഉള്ളത്?" അന്നത്തെ കാര്യങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ചെടുത്തതിന് ശേഷം ശിവ അവൾ പറഞ്ഞതിനെതിരെ സംശയത്തോടെയാണ് അവളോട് അത് തിരികെ ചോദിച്ചിരുന്നത്. "ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ജോലിയിൽ ആത്മാർത്ഥത വേണമല്ലോ. അന്ന് നിങ്ങളോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് അത്യാവശ്യമായിട്ടുള്ള മരുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. പക്ഷേ അത് ചെയ്യാതിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ പ്രൊഫഷണൽ എത്തിക്സ് തന്നെ വയലേറ്റ് ചെയ്തു." അവൾ പറയുന്നത് അവൻ കേട്ടു നിന്നു. താൻ കാരണമാണ് അവളുടെ ജോലി നഷ്ടമായതെന്നുള്ളത് അവന് പുതിയൊരറിവായിരുന്നു. "നീ ജോലിക്കായിട്ട് അന്വേഷിച്ച് നടക്കണ്ട. വിത്തിൻ എ വീക്ക് ഞാൻ തനിക്ക് ജോബ് സെറ്റാക്കി തരാം." അവനായിട്ട് തന്നെ പറഞ്ഞതും അവൾ എതിർത്തില്ല. "വർണ്ണ." തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ വർണ്ണയെ അവൻ വീണ്ടും വിളിച്ചു. ശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കിറ്റ് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെയും അവൻ നീട്ടിയിരിക്കുന്ന കവറിലേക്കും മാറി മാറി നോക്കി. "ദാ ഇത് തനിക്ക് വേണ്ടി വാങ്ങിയതാണ്, വാങ്ങിക്കോ." അല്പം പതർച്ചയോടെയാണ് അവനത് അവളോട് പറഞ്ഞത്. അവനത് തനിക്ക് വേണ്ടി വാങ്ങിയതാണ് എന്ന് കേട്ടതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. താൻ പറഞ്ഞിട്ടും അത് വാങ്ങാതെ നിൽക്കുന്ന അവളുടെ കയ്യിലേക്ക് അവൻ ആ കവർ വെച്ച് കൊടുത്തു. അവളത് തുറന്നു നോക്കി. ജ്വല്ലറിയുടെ കവറാണെന്ന് കണ്ടതും അവളുടെ മുഖം നിമിഷനേരം കൊണ്ട് മങ്ങിപ്പോയിരുന്നു. എനിക്കിതൊന്നും വേണ്ടായിരുന്നു." താഴ്ന്ന ശബ്ദത്തിൽ അവൾ അവനോട് പറഞ്ഞു. "അതിന് തുറന്നു പോലും നോക്കാതെ എങ്ങനെയാണ് തനിക്കിതൊന്നും വേണ്ടെന്ന് പറയുന്നത്?" "അതല്ല, എനിക്ക് ഇതൊന്നും അങ്ങനെ ഉപയോഗിച്ച് ശീലമില്ല, അതാണ്." "സാരമില്ല, ഇനി അങ്ങോട്ട് ഉപയോഗിച്ച് ശീലമായിക്കോളും." അവൻ്റെ മറുപടിയിൽ തന്നെ ഇനി അവനോടൊന്നും തിരികെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നവൾക്ക് മനസ്സിലായി. "അത് തുറന്നു നോക്ക്." അവൾ അതൊന്ന് തുറന്നു നോക്കി. ഒറ്റ ജ്വല്ലറി ബോക്സിലായിട്ട് അവൻ മേടിച്ച എല്ലാ ജ്വല്ലറിയും കൂടെ വെച്ചിട്ടുണ്ട്. അത് തുറന്നു കണ്ടതും അവളുടെ മുഖത്ത് അത്ര വലിയ തെളിച്ചമൊന്നും ഉണ്ടായില്ല. 2 മാലകൾ, 2 വള, മോതിരം, കമ്മൽ, അങ്ങനെ കുറച്ച് ആഭരണങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവൾ അവനെ അധികം തെളിച്ചമില്ലാത്ത മുഖത്തോടെ നോക്കി. "ഈ ചരടാകെ നിറം മങ്ങി. ഇനി ആ ലോക്കറ്റ് എടുത്ത് ഇതിലേക്കിട്ട് ഉപയോഗിക്ക്." അവൻ പറഞ്ഞതും അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. കാരണം താലിച്ചരട് നിറം മങ്ങിയത് തൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. എങ്കിലും അതങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന ചിന്തയായിരുന്നു തനിക്ക്. അവനോട് ചോദിക്കാനൊരു മടി, അത് തന്നെ. പക്ഷേ അതവൻ ശ്രദ്ധിച്ച് ഒരു മാലയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ്. തൻ്റെ കാര്യങ്ങളിൽ അല്പമെങ്കിലും അവന് ശ്രദ്ധയുണ്ടെന്ന കാര്യം ഓർത്തതും അവൾക്ക് മനസ്സിൽ തെല്ലൊരു സന്തോഷം തോന്നാതിരുന്നില്ല. പിന്നെ അതിൽ ബാക്കിയുള്ളത് കുറച്ച് വേറെ ഓർണമെൻറ്റ്സാണ്. തനിക്കത് കറക്റ്റായിട്ട് പാകാവോ എന്നറിയില്ല. എന്നാലും കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് വാങ്ങിയതാണ്. ഒരുതരം പരുങ്ങലോടെ പറയുന്നവനെ വർണ്ണ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. കാരണം എപ്പോഴും ഗൗരവത്തോടെ പറയുന്നവൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ അല്പം പതർച്ചയും പരുങ്ങലും നിറയുന്നത് അവൾക്കൊരത്ഭുതം തന്നെയായിരുന്നു.
പക്ഷേ ഇത്രയും ആഭരണമൊന്നും ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല. സാരമില്ല, ഇനി അങ്ങോട്ട് ഇതൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചോ. തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ പറയുന്നവനെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും എന്നവൾക്ക് അറിയില്ലായിരുന്നു. 2 ദിവസങ്ങൾ കൂടെ കഴിഞ്ഞുപോയി. രാവിലെ എവിടേക്കോ പോയി തിരിച്ചു വന്നിരിക്കുകയാണ് ശിവ. ചൂട് സമയമായതുകൊണ്ട് തന്നെ അവൻ നന്നേ തളർന്നിരുന്നു. വർണ്ണ. അകത്തേക്ക് നടന്നുടനെ അവൻ അവളെയാണ് വിളിച്ചത്. വിളി കേട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും അവൾ വേഗം തന്നെ അവൻ്റെ മുന്നിലേക്കെത്തി. എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ? സോഫയിലേക്കിരുന്ന് ക്ഷീണത്തോടെ പറയുന്നവനെ നോക്കി വേഗം തലയാട്ടിക്കൊണ്ട് അവൾ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് നടന്നു. വേഗം തന്നെ തണുത്ത വെള്ളം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞതും അവൻ അല്പം ആശ്വാസം തോന്നി. അവന് മുന്നിലായി തന്നെ നിൽക്കുകയാണ് വർണ്ണ. പക്ഷേ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലും കാതിലും ഒക്കെയായി ഉടക്കിയതും അവനിൽ പെട്ടെന്ന് തന്നെ ദേഷ്യം നിറഞ്ഞു. തനിക്ക് ഞാനതൊക്കെ കാണാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണോ? ഏതോ ലോകത്തെന്ന പോലെ നിൽക്കുന്ന വർണ്ണയോട് അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടിപ്പോയി. എന്താ? തനിക്ക് ഞാനന്ന് ജ്വല്ലറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് തനിക്ക് കാണാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചതാണ്. അതൊന്നും ഇതുവരെ ഉപയോഗിച്ച് കണ്ടില്ലല്ലോ. ദേഷ്യത്തോട് ചോദിക്കുന്നവനോട് എന്ത് മറുപടി പറയണം എന്നവൾക്കറിയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഒരു മാലയെങ്കിലും തനിക്ക് ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് വാങ്ങിച്ചു തന്നത്, എന്നിട്ടത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും ദേഷ്യത്തോടെ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവൻ്റെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടതും അവൾ എന്തോ പറയാൻ വന്നതും അതങ്ങനെ തന്നെ നിന്നുപോയി. അത് പിന്നെ താലി അങ്ങനെ അഴിച്ചു മാറ്റാൻ പാടില്ല. കുറച്ചു സമയമായി അവനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൾ നിശബ്ദത വെടിഞ്ഞ് പതിഞ്ഞ ശബ്ദത്തിൽ അവനോട് തിരികെ മറുപടിയായി പറഞ്ഞു. പിന്നെ ഈ ചരടിൽ തന്നെ ഇട്ടുകൊണ്ട് നടക്കാനാണ് ഉദ്ദേശം? അത് അങ്ങനെയല്ല. അത് പിന്നെ ഈ താലി ചരടിന്നും മാലയിലേക്ക് മാറ്റി തരേണ്ടത് ഭർത്താവാണ്. പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നവളെ അവൻ ഭാവവ്യത്യാസമൊന്നുമില്ലാതെ നോക്കി. എങ്കിലത് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ ഇട്ടു തന്നേനല്ലോ. അവളത് പറഞ്ഞതും നിസാരമട്ടിൽ പറയുന്നവനെ അവൾ അത്ഭുതത്തോടെ നോക്കി. കാരണം ഇങ്ങനെയൊരു കാര്യം പറഞ്ഞു ചെന്നാൽ അവൻ ദേഷ്യപ്പെടും എന്നാണ് അവൾ കരുതിയിരുന്നത്. പക്ഷേ ഇതവൻ അതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ എന്ന രീതിയിലാണ് അവളോട് തിരികെ പറയുന്നത്. പോയാൽ മാല എടുത്തിട്ട് വാ. അവളോടായവൻ പറഞ്ഞതും മാല എടുക്കാനായിട്ട് അവൾ മുറിയിലേക്ക് നടന്നു. അത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഇതെങ്ങനെയാ ചെയ്യേണ്ടത്? മാല ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള അവൻ്റെ നിഷ്കളങ്കതയോടെയുള്ള ചോദ്യത്തിൽ അവൾ പുഞ്ചിരിച്ചു പോയി. അത് ആദ്യം ഈ താലി ആ മാലയുടെ കൊളുത്തിലൂടെ കയറ്റണം. താലിച്ചരട് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ ചരട് അഴിച്ചു മാറ്റാം. അവൾ പറയുന്നത് അവൻ സൂക്ഷ്മതയോടെ കേട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവൻ്റെ സംശയം മാറിയിട്ടില്ല എന്ന രീതിയിൽ അവൻ അവളെ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ആദ്യം ആ മാലയുടെ കൊളുത്തഴിച്ചു. ശേഷം അവളുടെ അടുത്തേക്ക് വന്നു. അവൾ ചരടിൽ കോർത്തിരിക്കുന്ന താലി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം താലി ഈ മാലയുടെ കൊളുത്തിലേക്ക് കയറ്റണം അല്ലേ? എന്തോ വലിയ കാര്യം ചെയ്യുന്നത് പോലെ ഗൗരവത്തോടെ ചോദിക്കുന്നവനെ നോക്കി അവൾ അതേ എന്ന പോലെ തലയാട്ടി. അവൾ പറഞ്ഞതും അവൻ സൂക്ഷ്മതയോടെ ആ കൊളുത്ത് താലിയിലേക്ക് കയറ്റി. ശേഷം അവളുടെ കഴുത്തിലൂടെ ചുറ്റിയെടുത്ത് താലി മുഴുവനുമായി കൊളുത്തിലേക്ക് കയറ്റി. അത് കഴിഞ്ഞ് മറ്റൊന്നും ചിന്തിക്കാതെ അവൻ ആ കൊളുത്ത് കടിച്ചു പൂട്ടി. പക്ഷേ അവൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ വർണ്ണയാകെ ഞെട്ടിപ്പോയിരുന്നു. അവൻ തൻ്റെ അത്രയും അടുത്ത് നിൽക്കുന്നത് തന്നെ അവളിൽ പരവേശം നിറച്ചിരുന്നു. പക്ഷേ അവൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ അവളുടെ ശരീരമാകെ ഒരു വിറയൽ കടന്നുപോയി. അവൻ ശ്വാസം എടുക്കുമ്പോൾ അവൻ്റെ ശ്വാസം അവളുടെ നെഞ്ചിലായി പതിച്ചു. അവളുടെ മുഖമാകെ ചുവന്നു കയറി. നെഞ്ചിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. കൊളുത്ത് കടിച്ചു പൂട്ടിയതിനു ശേഷം അവൻ മുഖം ഉയർത്തി ആ താലിച്ചരട് അഴിച്ചെടുത്തു. പക്ഷേ അവളുടെ ഈ ഭാവമാറ്റമൊന്നും അവൻ കണ്ടിരുന്നില്ല. അവനതെല്ലാം സാധാരണ മട്ടിലാണ് ചെയ്തത്. എല്ലാം ഓക്കെ അല്ലേ? ചരട് ഊരിയെടുത്തതിന് ശേഷം അവൻ സാധാരണയായിട്ട് തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ്റെ ആ ചോദ്യത്തിലാണ് വർണ്ണയുടെ പോയ ബോധം തിരികെ വന്നത്. അവൾ ഏതോ ലോകത്തെന്നതുപോലെ അതേ എന്ന് തലയാട്ടി. അവനും എന്തോ ഭാരമേറിയ ജോലി ചെയ്തു തീർത്തതുപോലെ ആകെ വിയർത്തു പോയിരുന്നു അന്നേരം. അവളുടെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്ത താലിച്ചരടുമായിട്ട് തിരികെ നടക്കുന്നവനെ തന്നെ വർണ്ണ നോക്കി നിന്ന് പോയി. എന്നാൽ തിരിഞ്ഞു നടക്കുന്നവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരിയായിരുന്നു എന്നുള്ളത് അവൾ പോലും അന്നേരം അറിഞ്ഞില്ല. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.